കസവണിഞ്ഞ തേൻകിനാക്കൾ പൂക്കളായി വിരിഞ്ഞു, കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു. പടവാള് മിഴിയുള്ളോളെ, പഞ്ചാര മൊഴിയുള്ളോളെ, പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാ ബീവി. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഇടിയപ്പത്തിനുള്ള പൊടി കുഴച്ച് വെക്കാമെന്ന് ചോദിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം വെച്ച് കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉപ്പ് കുറേ വട്ടം ഇടുന്ന കാണുമ്പോൾ കുറേ ഉപ്പ് കൂടുമെന്ന് വിചാരിക്കേണ്ട, കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. അതിൽ ഇത്തിരി ആയിട്ടാണ് ഇടുന്നത്, അതാണ് ഇത്രയും വട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിൽ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് തിളപ്പിക്കുക, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഉപ്പിട്ടിങ്ങാനിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ തിളപ്പിച്ച വെള്ളം നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാവ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് നമ്മൾ കുഴക്കില്ലേ, ആ സമയത്ത് കയ്യിൽ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഞാൻ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇടിയപ്പം പേച്ചുന്ന സമയത്ത് വലിയ ടൈറ്റൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇതാവും കേട്ടോ. ഇന്നലെ നമ്മൾ പത്തിരിയും ബീഫുമായിരുന്നു കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഇറച്ചിയാവുമ്പോൾ നമുക്കൊരു മട്ടിപ്പ് വരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ആക്കുന്നത്. ഗ്രീൻ പീസ് കറിയല്ല, ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചിങ്ങാണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഫ്രീസറിൽ നിന്ന് നമുക്ക് ഗ്രീൻ പീസ് എടുക്കണം കേട്ടോ. ഈ ഫ്രീസറിൽ നമ്മൾ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ തന്നെ കടലയും ഗ്രീൻ പീസും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിങ്ങാനിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ വെള്ളത്തിലിടാൻ മറന്നാലും പ്രശ്നമില്ല, എളുപ്പമാണ്. നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുക്കുക, പാത്രത്തിലിടുക, എന്നിട്ട് ഒന്ന് കഴുകിങ്ങായിട്ട് നേരെ കുക്കറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നോമ്പിന് തന്നെയല്ല, നമുക്ക് എപ്പോഴും ചെയ്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. പയറൊക്കെ ഇതേപോലെ ആക്കി നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് തലേ ദിവസം വെള്ളത്തിലിടണം, അത് ഓർത്ത് വെച്ചിടണം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാൻ നേരെ കുക്കറിലിടുക, അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കുറുമയിലേക്ക് വേണ്ട സവാളയും തക്കാളിയും ഞാനിവിടെ അരിഞ്ഞെടുക്കണേ. അതിലേക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിന്ന് പപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സവാളയും കൂടെ ഇതിൽ നിന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, തക്കാളിയും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും കൂടെ ഒരുമിച്ച് അരിഞ്ഞെടുക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പപ്സും പിന്നെ ഏലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം, പിന്നെ ഇതിനകത്തും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള ഞാൻ ഗ്രീൻ പീസ് കുറുമയിൽക്കും അതുപോലെ തന്നെ പപ്സിൽക്കുമാണ് കേട്ടോ എടുക്കുന്നത്. പപ്സിൽ ഭയങ്കരമായിട്ട് മസാല ഇടൂല, ഇച്ചിരിക്കോളം മസാല ഇടുള്ളൂ കേട്ടോ. അങ്ങനെ സവാളയൊക്കെ അവിടെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പപ്സിൽക്ക് ഇച്ചിരിക്കോളം മസാല മതി, പിന്നെ രണ്ടെണ്ണെല്ലാം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇത്തിരിക്കോളം തക്കാളി പപ്സിൽക്കും പിന്നെ കുറച്ച് കുറുമയിൽക്കും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ഇതുമാതിരി ചോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്തിരി എടുത്തിങ്ങായിട്ട് രണ്ടിലും വെച്ച് കൊടുത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ക്യൂബാക്കിങ്ങായിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും രണ്ടിൽക്കും ആവശ്യത്തിന് എടുത്തുട്ടാ. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് കഴുകിയിട്ട് കുക്കറിലിടാം. കഴുകി വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നത്. എങ്കിൽ കൂടി നമുക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഇതായിരിക്കൂലേ, കഴുകിയില്ലെങ്കിൽ ഒരു വിശ്വാസമായിരിക്കൂലേ, അതുകൊണ്ട് അതൊന്നും കൂടെ ഒന്ന് കഴുകി കാണിച്ച് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിൽ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, പിന്നെ പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ച് രണ്ടും കൂടെ ഒരളവിലെടുത്ത് പൊടിച്ചിങ്ങാനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലെരിവിനായിട്ട് ആ പച്ചമുളക് ചതച്ചതും ഈ കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിങ്ങാനിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റൊരു വിസിലിൽ എൻ്റെ കുക്കറിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇന്ന് വേവിക്കാനായിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഗ്രീൻ പീസ്, പയർ, കടല ഇതൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിറ്റേന്ന് നന്നായിട്ട് കഴുകി വെള്ളം മാറ്റിയിട്ട് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് നോക്കും കേട്ടോ. പണി ഭയങ്കര എളുപ്പമാണ്, നമ്മൾ മറന്നു പോകുന്നുള്ള ഒരു സംഭവം ഇല്ല. അപ്പം ഇനിയിപ്പം ഞാൻ കുക്കർ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് പപ്സിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് സവാളയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
കുരുമുളക് പൊടി, കറിമസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഏലാഞ്ചിക്കുള്ള ഫില്ലിങ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, കാഷ്നട്ട്, മുന്തിരി ഇതെല്ലാം കൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് പഴം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഗ്രീൻ പീസ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് അതും പൊട്ടിച്ച് ഞാനിട്ട് നേരെ എന്ത് ചെയ്ത് ആ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് തേങ്ങ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഇത്തിരിക്കോടും കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് എന്നിട്ട് ഒന്ന് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലിങ്ങനെ ഒഴിച്ചിങ്ങായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം നേരം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മളിത് പീച്ചുന്ന സമയത്ത് അധികം ടൈറ്റൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ആ ഇടിയപ്പത്തിൻ്റെ അച്ചും ഇഡ്ലിച്ചെമ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഈ അച്ചിലേക്ക് ഈ മാവൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ അച്ചും അതുപോലെ തന്നെ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടും ഒക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ ആ അച്ചിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പരറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ചെമ്പിൻ്റെ ആ തട്ടില്ലേ അതിനകത്ത് തേച്ച് കൊടുക്കുന്നില്ല, അച്ചിൽ മാത്രമാണ് കേട്ടോ ഇച്ചിരിക്കോളം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മാവ് അതിനകത്തേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഓരോ തട്ടിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ തട്ടിലല്ല ഓരോ ഇതിലും കുറച്ചായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ അത് പീച്ചി കൊടുക്കുന്നത്. പീച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിതായതുപോലെ എടുക്കൂലേ, അതിനാണ് കേട്ടോ പറയുന്നത്. ഇടിയപ്പത്തിന് മാവ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അധികം ടൈറ്റൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നോമ്പിന് മിക്കപ്പോഴും ഇവിടെ ഇടിയപ്പം, പത്തിരി അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ ഇടയിൽ നമ്മൾ പാലപ്പം, പച്ചരി ദോശ ഇല്ലേ അതും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഉഴുന്ന് ദോശ, അതുപോലെ പുട്ട്, ഇഡ്ഡലി ഈ വക സാധനങ്ങളൊന്നും പരമാവധി ഉണ്ടാവാറില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു പൂതി തോന്നുന്ന സമയത്ത് ഈ മസാല ദോശ ഇല്ലേ അത് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇടിയപ്പം മുഴുവൻ അതുമ്മ പീച്ചി കഴിഞ്ഞിട്ട് മുകളിലും കുറച്ച് തേങ്ങ ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി നേരെ അത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അവസാനത്തതും ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നേരെ കാസറോളിലേക്ക് വെക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഏലാഞ്ചിക്കുള്ളതാക്കിയിട്ടുണ്ട്. അതായത് മൈദയിൽ ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഭയങ്കര നൈസായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും മറിച്ചിട്ടും കഴിഞ്ഞിട്ട് നേരെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഇല്ലേ അത് അതിനകത്ത് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് പഴം ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ പഴം ചേർത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് പഴം ചേർത്തിട്ടും ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഏലാഞ്ചിയും ഇടിയപ്പം ഗ്രീൻ പീസ് കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇല്ലേ അത് ഇതുപോലെ ഈ പപ്സിൻ്റെ ഷീറ്റിലിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ മടക്കി എടുക്കുക. അപ്പോൾ പപ്സ് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂടാറും കേട്ടോ. നമ്മൾ അസംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിൽ കയറുന്നത്. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ആ വിംടോണ് കേട്ടോ എന്ന് കലക്കുന്നത്. അപ്പോൾ അതാ ഒരു ജഗ്ഗിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിംടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങയുടെ നീര് ഇതുപോലെ ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും ഇച്ചിരിക്കോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി വെള്ളം കൂടെ ചേർത്തും കഴിഞ്ഞിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അങ്ങനെ ആ വിംടോ കലക്കിയതോടെ ആയിട്ടുണ്ട്. എനിക്കിത് മുമ്പ് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ദാഹമൊക്കെ മാറും. ചൂട് സമയത്തൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതായിരുന്നു മേടിച്ച് വയ്ക്കുന്നത്. പിന്നെ ജ്യൂസിന് നമ്മളിന്ന് മാങ്ങ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ആ മാങ്ങയുടെ പൾപ്പെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അത് അടിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മളിവിടെ തണ്ണിമത്തനും മുസമ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നാളേക്ക് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഇത്തിരി ഉണ്ടാക്കിയാലും അതെങ്ങനെ വന്നാലും പിറ്റേ ദിവസത്തിന് ഉണ്ടാവും. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ആ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ആ പൾപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല് ഇതേമാതിരി ഐസാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ഒരു 3-4 ക്യൂബ്സ് എടുത്തുങ്ങാണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇച്ചിരിക്കോളം വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ പൾപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ചുവ വ്യത്യാസം ഉണ്ടാകുന്നൊക്കെ തോന്നും, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മാങ്ങ പഴുത്തത് അരച്ചിങ്ങാണ്ട് ഫ്രീസറിൽ വെക്കൂലേ, അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അത് നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് പഴുപ്പിൽ നമുക്ക് ചുവ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ മാങ്ങ എന്ന് എടുത്തിരിക്കുന്നത് ഐഡിയുടെ ബ്രാൻഡാണ് കേട്ടോ. മാങ്ങ നമുക്ക് ഐഡിയും ഫ്രൂട്ട് ബീയും ഒരേപോലെ തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഫ്രൂട്ട് ബീഡ് ആണ് കേട്ടോ നല്ലതായിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുങ്ങാനിട്ട് അതും ആ പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഇന്നൊന്നിനയിൽ കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 5:32 കേട്ടോ ബാങ്ക് കൊടുക്കുന്നത്. ഒരു 5:05 ആയപ്പോഴത്തേനും നമ്മളെ ടേബിൾ മേലെ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഈ പാത്രങ്ങളില്ലേ, ഇതൊന്നും ഇപ്പോൾ ടേബിൾ മേൽ നമ്മൾ എടുക്കില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. ഇനി നമ്മൾ വേഗം പോയി ഒന്നുകൊടുത്ത് നിസ്കാരം മോത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴുകാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ രാശി നേരെ പള്ളിക്കും പോയി ഞാൻ മൈബിസ്കരിക്കാൻ നിന്ന്. അങ്ങനെ ഓത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിസ്കരിക്കാൻ നിന്ന്. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ നിസ്കരിക്കാറുള്ളത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുള്ള അച്ചൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മളിനി നാസ്ത കഴിക്കുള്ളൂ കേട്ടോ. തുടക്കം മുതലുള്ള പാത്രങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മൾ അപ്പം കഴുകിയെടുക്കും. ലാസ്റ്റ് സമയത്ത് ഉപയോഗിച്ച പാത്രങ്ങളാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അങ്ങനെ അതെല്ലാം അവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ വറുത്തതൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പുമ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കണം കേട്ടോ ചെയ്തത്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.